വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പല സബ്സ്ക്രൈബേഴ്സും ആവശ്യപ്പെട്ട ഒരു ടോപ്പിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇഫ് ക്ലോസ്, കണ്ടീഷണൽ സെന്റൻസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്താണ് ഇഫ്? എപ്പോഴാണ് നമ്മൾ ഇഫ് യൂസ് ചെയ്യുക? ഇഫ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എങ്കിൽ എന്ന് പറയാനാണ് നമ്മൾ ഇഫ് യൂസ് ചെയ്യുക. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. നീ പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ അറിയിക്കും. അപ്പം നമ്മൾ എങ്ങനെയത് ഇംഗ്ലീഷിൽ പറയാം? ഇഫ് യു ഡോണ്ട് ലിവ് ഐ വിൽ കോൾ ദ പോലീസ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിന് കണ്ടോ, ഈ സെൻറ്റൻസിന് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഇഫ് യു ഡോണ്ട് ലീവ് എന്നുള്ളത് ഒരു ഭാഗം, ഐ വിൽ കോൾ ദ പോലീസ് എന്നുള്ളത് മറ്റൊരു ഭാഗം. അപ്പം നമുക്ക് പറയാൻ പറ്റും ഈ സെൻറ്റൻസിൽ രണ്ട് ക്ലോസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, കണ്ടീഷണൽ സെൻറ്റൻസിൽ രണ്ട് ക്ലോസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊരു കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. അപ്പോൾ ഈ ഒരു രണ്ട് ഭാഗത്തിന് നമ്മൾ ഇനി കൂടുതൽ പഠിക്കാൻ പോവാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഭാഗം നോക്കിയേ, ഇഫ് യു ഡോണ്ട് ലീവ്, ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ നമുക്ക് മറ്റേ ഭാഗത്തിൻ്റെ ആവശ്യമുണ്ട്. അതായത് ആ മീനിങ് കംപ്ലീറ്റ് ആയി. ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ എന്താണ്, ഞാൻ പോലീസിനെ വിളിക്കും എന്ന് നമുക്ക് പറയണം. അപ്പം അവിടെ ആ സെൻറ്റൻസ് കൂടി വരുമ്പോഴാണ് ഈ ഒരു ഫസ്റ്റ് ഭാഗം കംപ്ലീറ്റ് ആണല്ലോ, മീനിങ് കംപ്ലീറ്റ് ആണല്ലോ. അപ്പം ഏത് ഭാഗമാണോ നമുക്ക് കറക്റ്റ് മീനിങ്, കംപ്ലീറ്റ് മീനിങ് തരാത്തത്, ആ ഭാഗത്തിനെയാണ് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയാം. ഇനി ഏത് ഭാഗം ചേർക്കുമ്പോഴാണ് നമുക്ക് ഫുൾ മീനിങ് തരുന്നത്, ആ ഭാഗത്തിനെയാണ് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്നാൽ എപ്പോഴും നമ്മൾ ഈ സെൻറ്റൻസിൽ നോക്കുമ്പോൾ ഇപ്പം ഇവിടെ വന്നത് ആദ്യം സബോർഡിനേറ്റ് ക്ലോസ്, അതായത് ആ മീനിങ് കംപ്ലീറ്റ് അല്ല, പിന്നെ വന്നത് മെയിൻ ക്ലോസ്. എന്നാൽ എല്ലാ സെൻറ്റൻസിലും ആദ്യം സബോർഡിനേറ്റ് ക്ലോസും പിന്നെ മെയിൻ ക്ലോസ് ആണോ വരിക? ഒരിക്കലല്ല. ഇത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനും പറ്റും. അപ്പോൾ ഐ വിൽ കോൾ ദ പോലീസ് ഇഫ് യു ഡോണ്ട് ലീവ് എന്നും നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ എന്തായി, സബോർഡിനേറ്റ് ക്ലോസ് വന്നത് സെക്കൻഡ് പാർട്ടിലാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. എപ്പോഴും സബോർഡിനേറ്റ് ക്ലോസ് ഫസ്റ്റ് വരണമെന്നില്ല, ചില സമയത്ത് അത് സെക്കൻഡും വരാം. നീ അവളോട് പറയുകയാണെങ്കിൽ അവൾക്ക് മനസ്സിലാകും. ഇഫ് യു ടെൽ ഹെർ ഷീ വിൽ അണ്ടർസ്റ്റാൻഡ്. ഇനി ഒരു സെൻറ്റൻസ് കൂടി നമുക്ക് നോക്കാം. ഇഫ് യു ഹെൽപ്പ് മീ ഐ വിൽ ഹെൽപ്പ് യു. നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കും. ഈ സെൻറ്റൻസ് കണ്ടോ, ഈ സെൻറ്റൻസിൻ്റെ രണ്ടാമത്തെ അതായത് മെയിൻ ക്ലോസിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോ, വില്ല് വരുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ വില്ല് വന്നത്? അപ്പം അതൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് അവിടെ വില്ല് വരാൻ കാരണം എന്ന്. വില്ല് എപ്പോഴാണ് മെയിൻ ക്ലോസിൽ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ സബോർഡിനേറ്റ് ക്ലോസിൽ വേർബ് V1 ഫോം ആയിരിക്കും, അതായത് ബേസ് ഫോം ആയിരിക്കും വേർബ്. ഇപ്പം ഇവിടെ നമ്മൾ പറഞ്ഞ ഈ രണ്ട് സെൻറ്റൻസിൽ നോക്കിയേ, ടെല്ലും ഹെൽപ്പും, അത് ആ വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. ടോൾഡെന്നോ വേറെ ഒന്നും അല്ല പറഞ്ഞേക്കണേ. ടെല്ലും എന്നും പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഹെൽപ്പും എന്നാണ് പറയുന്നത്. അത് V1 ഫോം, അതായത് ഈ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഫോം ചെയ്തേക്കുന്നത്. മനസ്സിലായോ? അപ്പൊ എപ്പോഴാണ് സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആവുന്നത്, അതായത് വേർബ് V1 ഫോമിലാണെങ്കിൽ മെയിൻ ക്ലോസിൽ വില്ല് വരും. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. വില്ല് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ സബോർഡിനേറ്റ് ക്ലോസിലെ വേർബ് V1 ഫോം ആയിരിക്കും. മനസ്സിലായില്ലേ? നമ്മൾ ഈ പറഞ്ഞ സെൻറ്റൻസുകളെയാണ് നമുക്ക് പ്രോബബിൾ കണ്ടീഷണൽ സെൻറ്റൻസുകൾ എന്ന് പറയാം. ഇഫ് യു ടെൽ ഹെർ ഷീ വിൽ അണ്ടർസ്റ്റാൻഡ്. നീ അവളോട് പറയുകയാണെങ്കിൽ അവൾക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല, ആ കാര്യം നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ കാര്യം കഴിഞ്ഞു പോയൊരു കാര്യമല്ല നമ്മൾ പറയണേ, അത് നടക്കാൻ ഇപ്പോഴും ചാൻസ് ഉണ്ട്, പ്രോബബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രോബബിൾ കണ്ടീഷണൽ സെൻറ്റൻസുകൾ എന്ന് പറയാം. മനസ്സിലായില്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള കുറച്ച് സെൻറ്റൻസുകളാണ്. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ സെൻറ്റൻസ് ഇഫ് യു ടെൽ ഹെർ ഷീ വിൽ അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ ഇഫ് യു ഹെൽപ്പ് മീ ഐ വിൽ ഹെൽപ്പ് യു എന്നുള്ള സെൻറ്റൻസിലൊക്കെ ഞാൻ പറഞ്ഞു വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഏതൊരു വേർബിനും കുറച്ച് ഫോംസ് ഉണ്ട്. അതായത് ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നമ്മൾ പറഞ്ഞത് ടെല്ലും അതുപോലെ തന്നെ ഹെൽപ്പാണ്. ഇതിൻ്റെ സെക്കൻഡ് ഫോം വരുമ്പോൾ ടോൾഡ് ആവും, അതുപോലെ ഹെൽപ്പിൻ്റെ ആണെങ്കിൽ ഹെൽപ്ഡ് എന്നാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് V2 ഫോം എന്നും പറയാം, അല്ലെങ്കിൽ നമുക്ക് പാസ്റ്റ് ടെൻസ് എന്ന് പറയാം. അതുപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ട്. അപ്പം നമ്മൾ ആദ്യത്തെ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്തപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്തത്, V1 ഫോമാണ്. ഏതൊരു വേർബിൻ്റെയും V1 ഫോം യൂസ് ചെയ്യുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്, മെയിൻ ക്ലോസിൽ വില്ല് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെൻറ്റൻസിൽ തന്നെ നമ്മൾ V2 ഫോം പറഞ്ഞു നോക്കാൻ പോവാം. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇഫ് യു ടോൾഡ് ഹെർ ഷീ വുഡ് അണ്ടർസ്റ്റാൻഡ്. നീ അവളോട് പറഞ്ഞിരുന്നുവെങ്കിൽ
അവൾക്ക് മനസ്സിലാകുമായിരുന്നു. അതുപോലെ തന്നെ ഇഫ് യു ഹെൽപ്ഡ് മീ ഐ വുഡ് ഹെൽപ്പ് യു. നീ എന്നെ സഹായിച്ചിരുന്നു എങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു. അപ്പൊ ഈ സെന്റൻസ് കണ്ടോ, ഇവിടെ ഈ സെന്റൻസുകളുടെ പ്രത്യേകത എന്താ? നമുക്ക് മെയിൻ ക്ലോസിൽ രണ്ടിലും വുഡ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ വുഡ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? വുഡ് നമ്മൾ യൂസ് ചെയ്യുക സബോർഡിനേറ്റ് ക്ലോസിലെ V2 ഫോം ആണെങ്കിലാണ്. അപ്പൊ ഇവിടെ രണ്ടും ഹെൽപ്പ് എന്നുള്ളത് V1 ഫോം എന്ന് പറയുന്നത് ഹെൽപ്പ്, അതുപോലെ തന്നെ V1 ഫോം ഓഫ് ടെൽ എന്താണ്? ടെല്ലാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്തതാണ്? നമ്മൾ V2 ഫോം ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതൊരു പാസ്റ്റ് ടെൻസ്, മുമ്പ് നടന്നൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അതായത് ഇവിടെ ഇപ്പൊ എന്താ പറയുന്നത്? ഈ സെന്റൻസുകളെയാണ് നമ്മൾ ഇംപ്രോബബിൾ കണ്ടീഷണൽ സെന്റൻസുകൾ എന്ന് പറയുന്നത്. അതായത് ഈ കാര്യം ചെയ്യാനുള്ള സമയം കഴിഞ്ഞു, ഈ കാര്യം നടക്കാനുള്ള സാധ്യത കുറവാണ്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ സെന്റൻസുകളെയാണ് നമ്മൾ ഇംപ്രോബബിൾ കണ്ടീഷണൽ സെന്റൻസുകൾ എന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഒരു കാര്യം നമുക്ക് ആലോചിക്കാനുള്ളത്, മെയിൻ ക്ലോസിൽ വുഡ് വന്നപ്പോ സബോർഡിനേറ്റ് ക്ലോസിൽ ഇവിടെ എന്താ വന്നത്? V2 ഫോം ആണ് വന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സെന്റൻസുകളൊക്കെ കണ്ടില്ലേ? അത് ഏതൊക്കെയായിരുന്നു? സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ പറഞ്ഞു, അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള സെന്റൻസുകളാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സെന്റൻസുകളൊക്കെ നമ്മൾ കുറച്ചും കൂടി മാറ്റി പറയാൻ പോവാ. കാരണം പാസ്റ്റ് പെർഫെക്റ്റിലാവുമ്പോൾ മീനിങ്ങിൽ കുറച്ച് വ്യത്യാസം വരും. അപ്പൊ നമുക്ക് പറഞ്ഞു നോക്കാം. നീ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ അവള് മനസ്സിലാക്കിയിട്ടുണ്ടാകുമായിരുന്നു. അതുപോലെ തന്നെ നീ എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഞാൻ നിന്നെ സഹായിച്ചിട്ടുണ്ടാകുമായിരുന്നു. അപ്പൊ ഇതെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ഇഫ് യു ഹാഡ് ടോൾഡ് ഹെർ ഷീ വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ്. അതുപോലെ തന്നെ ഇഫ് യു ഹാഡ് ഹെൽപ്ഡ് മീ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. മനസ്സിലായോ? അപ്പൊ ഈ സെന്റൻസുകളിൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് മെയിൻ ക്ലോസിൽ എന്താ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്? നമ്മൾ വുഡ് ഹാവ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴാണ് വുഡ് ഹാവ് യൂസ് ചെയ്യുക? വുഡ് ഹാവ് നമ്മൾ യൂസ് ചെയ്യുക നമ്മുടെ സബോർഡിനേറ്റ് ക്ലോസിൽ. ഹാഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപ് നടന്നൊരു കാര്യമാണ് പറയണത്. അപ്പോൾ ഹാഡ് വരുമ്പോൾ നമ്മൾ എപ്പോഴും മെയിൻ ക്ലോസിൽ എന്താ യൂസ് ചെയ്യേണ്ടത്? വുഡ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വേർബ്. മനസ്സിലായോ? അതായത് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസിൽ ഹാഡ് വരുമ്പോൾ നമ്മൾ മെയിൻ ക്ലോസിൽ, സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വെച്ചാൽ മീനിങ് ഫുൾ ഇല്ലാത്ത ഭാഗത്ത് നമ്മൾക്ക് ഹാഡ് വരുമ്പോൾ നമ്മൾ മെയിൻ ക്ലോസിൽ വുഡ് ഹാവും അതിൻ്റെ ഒപ്പം വേർബിൻ്റെ തേർഡ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ സബോർഡിനേറ്റ് ക്ലോസിലും ഒരു വേർബ് കണ്ടില്ലേ? അവിടെ യൂസ് ചെയ്തേക്കുന്ന വേർബും V3 ഫോമാണ്. അപ്പൊ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ സെന്റൻസുകളെയാണ് ഇംപോസിബിൾ കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയാം. അതായത് ആ കാര്യം ഇനി ചെയ്യാൻ നമുക്ക് സമയമില്ല, ഇനി ഒരിക്കലും നമുക്കത് ചെയ്യാൻ പറ്റില്ല, സീറോ പോസിബിലിറ്റിയാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇംപോസിബിൾ കണ്ടീഷണൽ സെന്റൻസുകൾ എന്ന് പറയാം. എന്താ അന്ന് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നത്? അതിനെ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ പ്രോബബിൾ കണ്ടീഷണൽ സെന്റൻസ് എന്നാ പറഞ്ഞത്. കാരണം ആ കാര്യം ചെയ്യാൻ നമുക്ക് ഇനിയും സമയം ഉണ്ടാ, നമ്മൾ ആ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റുന്ന കാര്യം ആയതുകൊണ്ടാണ്, അവിടെ പോസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ പ്രോബബിൾ കണ്ടീഷണൽ സെന്റൻസുകൾ എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഇംപ്രോബബിൾ കണ്ടീഷണൽ സെന്റൻസ് എന്നാണ് പറഞ്ഞത്. അവിടെ എന്താണ്? അവിടെ ചാൻസ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞു, പക്ഷെ അവിടെ ചാൻസ് കുറവാണ്. മനസ്സിലായോ? പക്ഷെ ഈ ഇംപോസിബിൾ സെന്റൻസുകൾക്ക് വരുമ്പോഴോ അവിടെ ചെയ്യാൻ നമുക്ക് ഇനി ഒരിക്കലും പറ്റില്ല, അത് നമുക്ക് തിരുത്താൻ പറ്റില്ല, അതിന്റെ സമയം കഴിഞ്ഞു പോയി. അപ്പൊ അതിനെയാണ് നമ്മൾ ഇംപോസിബിൾ കണ്ടീഷണൽ സെന്റൻസുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്ന് കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഫ് വെച്ചിട്ടുള്ള സെന്റൻസുകൾ മെജോറിറ്റി ഒക്കെ ഫോം ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതാണ് മെയിൻ റൂള്. ഇപ്പൊ നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്, എന്താണ് മെയിൻ ക്ലോസ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വരുമ്പോൾ എങ്ങനെ ഫോം ചെയ്യുക, അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സെന്റൻസ് ഫോം ചെയ്യാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഫ് വെച്ചിട്ടുള്ള സെന്റൻസുകൾ ഈസി ആയിരിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ റൂൾ ഒന്നും ഫോളോ ചെയ്യാത്ത ചില കേസ്
ഫ്രേസസ് ഉണ്ട്. അതെന്താന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ആദ്യം തന്നെ ഞാൻ പറയാണ്, അങ്ങനത്തെ ഒരു സെന്റൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ജനറൽ ട്രൂത്ത് അല്ലെങ്കിൽ സയന്റിഫിക് ട്രൂത്ത്, ഓക്കെ, യൂണിവേഴ്സ്, പ്രപഞ്ച സത്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് കോമൺ ആയിട്ട് അറിയണം, എല്ലാവർക്കും അറിയണം, കോമൺ ആയിട്ട് അറിയണ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഈ റൂളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വില്ലിന്റെ ആവശ്യം, വുഡിന്റെ ആവശ്യം, വുഡ് ഹാവിന്റെ ആവശ്യം ഒന്നുമില്ല നമുക്ക്. മനസ്സിലായോ? അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്സ്. ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ ഐസിനെ ചൂടാക്കി കഴിഞ്ഞാൽ അത് ഉരുകും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനത്തെ സെന്റൻസിന് നമ്മൾ ഒരിക്കലും വില്ലും വുഡും അതുപോലെ വുഡ് ഹാവ് ഒന്നും യൂസ് ചെയ്യില്ല. അതുപോലെ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഈ ഒരു സെന്റൻസിൽ നമ്മൾ കാര്യം എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേർബിന്റെ V1 ഫോം ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ അടുത്തൊരു സെന്റൻസ് നോക്കി കഴിഞ്ഞാൽ ഇഫ് യു ഫ്രീസ് വാട്ടർ ഇറ്റ് ടേൺസ് ഇൻ ടു ഐസ്. ഇത് നമുക്ക് അറിയണ കാര്യമാണ്. ഇവിടെയും അത് V1 ഫോം ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് യു ബേൺ എ കാൻഡിൽ ഇറ്റ് മെൽറ്റ്സ്. കാൻഡിൽ കത്തിച്ചാൽ, അതായത് മെഴുകുതിരി കത്തിച്ചാൽ അതെന്താവും? അത് ഉരുകും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ സെന്റൻസുകൾക്ക് നമ്മൾ കൂടുതലായിട്ട് വില്ലും വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ വേർബിന്റെ ഫസ്റ്റ് ഫോം, അതായത് ബേസ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് കുറച്ച് ഇമാജിനറി കണ്ടീഷൻസിനെ കുറിച്ച് പറയാം. അതെന്ന് വെച്ചാൽ എന്താ, നമുക്ക് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തത് നമ്മൾ ഇമാജിൻ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ആലോചിച്ച് അങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ വിചാരിച്ച് പറയണ കാര്യങ്ങൾ എങ്ങനെയാ നമ്മൾ ഫോം ചെയ്യാം. ഇഫ് ഐ വർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. ഇവിടെ എന്താ പറയുന്നത്? ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഞാൻ പറന്നേനെ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ സബോർഡിനേറ്റ് ക്ലോസിൽ ഇവിടെ എന്താ നമ്മൾ പറയുന്നത്? ഇഫ് ഐ വർ എ ബേർഡ് എന്ന് വെച്ചാൽ ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ആ സെന്റൻസ് കംപ്ലീറ്റ് അല്ല. അപ്പൊ അതുകൊണ്ടാണ് അത് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞത്. ആ സെന്റൻസിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചത് എന്താന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഐ വരുമ്പോൾ ഇപ്പോഴും വോസ് ആണ് ഉപയോഗിക്കുക. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ വോസും വേറും വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ഐഡിയ കിട്ടും എവിടെയാണ് വോസ് എവിടെയാണ് വേറെ യൂസ് ചെയ്യാന്ന് മനസ്സിലാവും. പക്ഷേ ഇവിടെ നമ്മൾ ആ ഒരു റൂള് ബ്രേക്ക് ചെയ്തിട്ട് നമ്മളൊരു ഇമാജിൻ ചെയ്തൊരു കാര്യം പറയുമ്പോൾ ഐ വരുമ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വേറാണ്. അപ്പോൾ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസിൽ വേറെ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വേറെ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോ, അത് നമ്മൾ ഇമാജിൻ ചെയ്ത് പറയണ ഒരു കാര്യം. അപ്പം ഐയുടെ ഒപ്പം നമ്മൾ എപ്പോഴും വോസാണ് യൂസ് ചെയ്യുക. പക്ഷെ ഇവിടെ ഇമാജിൻ ചെയ്ത് നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വേറാണ്. മനസ്സിലായോ? ഇഫ് ഐ വെർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളൂ. നമുക്ക് സബോർഡിനേറ്റ് ക്ലോസിൽ വേറെ വരുമ്പോൾ നമ്മൾ മെയിൻ ക്ലോസിൽ എന്താ യൂസ് ചെയ്യേണ്ടത്? ഐ വുഡ് ഫ്ലൈ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ മെയിൻ ക്ലോസിൽ വുഡ് വരും, അതുപോലെ തന്നെ വേർബിന്റെ ഫസ്റ്റ് ഫോം വരും. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ സബോർഡിനേറ്റ് ക്ലോസിൽ വേറെ വരുമ്പോൾ മെയിൻ ക്ലോസിൽ വുഡ് വരും, അതുപോലെ തന്നെ വേർബിന്റെ ഫസ്റ്റ് ഫോം വരും. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇഫിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെന്റൻസിലെ ഇഫ് യു ടെൽ ഹെർ ഷീ വിൽ അണ്ടർസ്റ്റാൻഡ്. ഇവിടെ മെയിൻ ക്ലോസിൽ വില്ലിന്റെ പകരം ഷാൽ ആവാം, ക്യാൻ ആവാം, അതുപോലെ തന്നെ മേയും ആവാം. പക്ഷെ എല്ലാത്തിനും ഒരേ റൂൾ തന്നെയാണ്. അതായത് നമ്മൾ വില്ലിനെ യൂസ് ചെയ്ത അതേ റൂൾ തന്നെയാണ് നമ്മൾ വേറെ ഏത് വേർഡും അവിടെ വരുമ്പോൾ. പക്ഷേ ഇത് പാസ്റ്റ് പെർഫെക്റ്റിലായിരുന്നെങ്കിലോ വില്ല് എന്നുള്ളത് വുഡ് ഹാവ് ആവും, ഷാൽ എന്നുള്ളത് ഷുഡ് ഹാവ് ആവും, ക്യാൻ എന്നുള്ളത് കുഡ് ഹാവ് ആവും, അതുപോലെ തന്നെ മെയ് എന്നുള്ളത് മൈറ്റ് ഹാവ് ആവും. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയും വ്യത്യാസങ്ങൾ വരും എന്നൊന്ന് പറയാനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഫിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡൗട്ട്സും നിങ്ങളുടെ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.